ശ്രീ ചാണ്ടി ഉമ്മൻ. കേരളത്തിന്റെ സമഗ്രമായ വികസനത്തിന് വേണ്ടിയാണ് ഉമ്മൻചാണ്ടി സർക്കാർ വിഴിഞ്ഞം പദ്ധതി ആസൂത്രണം ചെയ്തത്. പക്ഷെ ആ പദ്ധതിക്കെതിരെ 6000 കോടി രൂപയുടെ അഴിമതിയാണ് സാർ ആ സമയത്ത് ഉന്നയിച്ചത്. അപ്പം അതിനെ എന്തുകൊണ്ടായിരിക്കും ഉന്നയിച്ചത്? തടസ്സപ്പെടുത്താൻ വേണ്ടിയാണോ? ഒപ്പം ഇത് അന്വേഷിച്ച ജസ്റ്റിസ് രാമേന്ദ്രൻ നായർ കമ്മീഷന്റെ കണ്ടെത്തലൊന്ന് വിശദീകരിക്കാമോ? ബഹുമാനപ്പെട്ട സാറേ, ഇത് നമ്മുടെ നാട്ടിൽ പണ്ട് മുതലേ ഉള്ളൊരു ശീലമാണ്. നല്ല പ്രധാനപ്പെട്ട സംരംഭങ്ങളിലേക്ക് പോകുമ്പോൾ, പ്രധാനപ്പെട്ട പദ്ധതികളിലേക്ക് പോകുമ്പോൾ നാടിൻ്റെ മുഖച്ഛായ മാറ്റാനുള്ള പദ്ധതികളുമായി ഭരണാധികാരികൾ രംഗത്തിറങ്ങുമ്പോൾ അതിനെതിരായിട്ടുള്ള ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടാകുക, ആക്ഷേപങ്ങൾ ഉണ്ടാകുക എന്നാണ്. ഇതെല്ലാം നമുക്കറിയാം. നമ്മളെപ്പോഴും ആവർത്തിച്ച് ക്ലീഷേ വന്ന ഒരു വാചകമുണ്ട്. ട്രാക്ടർ വന്നപ്പോഴും അല്ലേ, നമ്മുടെ കമ്പ്യൂട്ടർ വന്നപ്പോഴും ഒക്കെ ഈ സംഭവം ഉണ്ടായിരുന്നു. അപ്പോൾ വിഴിഞ്ഞം പോർട്ട് വന്നപ്പോൾ അതൊരു 6000 കോടി രൂപയുടെ ഒരു റിയൽ എസ്റ്റേറ്റ് ഇടപാടാണ് എന്നുള്ളൊരു ആരോപണം പറഞ്ഞിരുന്നു. അന്ന് ആരോപണം ഉന്നയിച്ച ആളുകളാണ് ഇന്ന് വിഴിഞ്ഞം പോർട്ടിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കുന്നത് എന്നുള്ളത് ചരിത്രത്തിൻ്റെ മറ്റൊരു വിരോധാഭാസമാണ്. പക്ഷേ CN രാമേന്ദ്രൻ നായർ കമ്മിറ്റി ഇത് അന്വേഷിക്കുകയും ഒരു തരത്തിലുള്ള അഴിമതിയോ ഒരു തരത്തിലുള്ള അവിഹിത ഇടപാടുകളോ ഈ കൺസെഷനെയറുമായി ബന്ധപ്പെട്ടില്ലെന്നും അത് സംസ്ഥാനത്തിൻ്റെ താൽപ്പര്യങ്ങൾ സംരക്ഷിക്കാനും സംസ്ഥാനത്തിൻ്റെ ഭാവിയെ സുരക്ഷിതമാക്കാനുമുള്ള മികച്ച ഒരു പദ്ധതിയാണെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് കൂടിയാണ് ആ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് എന്ന് ഞാൻ പ്രത്യേകം പരാമർശിക്കാൻ ആഗ്രഹിക്കുന്നു.